ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രാജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാപ്സിക്കം ഒക്കെ ഇട്ടുണ്ടാക്കിയ ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1 കിലോയുടെ ചിക്കൻ കഴുകി വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഏകദേശം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കുറച്ച് ഗരം മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1/4 ടേബിൾ സ്പൂണോളം. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് വറുത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ മിക്കവാറും അങ്ങനെയാണ് കറി വെക്കുന്നത്. ഇനി ഒരു നാരങ്ങ നീരൂടെ നമുക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാവേ. ഇനി ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. അപ്പോൾ എനിക്ക് കൈ കൊണ്ട് ഉപ്പിട്ടാലേ എനിക്ക് കറക്റ്റ് പാകത്തിന് കിട്ടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഉപ്പ് കൈ കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളിൽ പലരും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ലവണ്ണം മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 മിനിറ്റിന് ശേഷം ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് നമുക്ക് പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ്റെ പീസുകൾ ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഒരുപാട് ഞാൻ മുരിച്ചെടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കന് ഇട്ട് കൊടുക്കാവേ. നമ്മൾ ഓരോ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ചിക്കൻ മുഴുവൻ ഈ പാനിൽ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി, ഒരുപാട് മുരിച്ചെടുക്കുന്നില്ല. അപ്പോൾ ഇതുണ്ട്, ഈ ഒരു പാകത്തിന് മതി നമുക്ക്. ഇത് മറിച്ചിട്ടൊക്കെ ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നതാണിത്. ഈ ഒരു പാകത്തിന് മതി. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയായിരുന്നു കേട്ടോ, തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ചെറിയ ക്യാപ്സിക്കം, പിന്നെ ഒരു 3 സവാള, മീഡിയം ടൈപ്പ് സവാളയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ചിക്കൻ്റെ അളവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഞാനൊരു പാനടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുക് പൊട്ടിക്കുന്നുണ്ട്. കടുകെല്ലാം നല്ലവണ്ണം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാവേ. ഈ ഒരു സമയത്ത് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ഇല്ലേ, അതുകൂടി നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ക്യാപ്സിക്കം വഴന്ന് വരും. അപ്പോൾ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം കൂടി വഴന്ന് വന്നതിന് ശേഷം വേണം നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ സമയത്ത് മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഇത്രയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ചിക്കനകത്ത് ഇട്ടിട്ടാണ് ഇതെല്ലാം വറുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഒരുപാട് ഓവറല്ലാതെ നമുക്ക് എടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, അതുപോലെ തന്നെ ചിക്കൻ മസാല 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ.
അപ്പം ഇപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാവേ. തക്കാളി നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിനകത്തേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചിക്കൻ പകുതി മുക്കാലോളം വെന്തിട്ടുണ്ട്. കുറച്ച് വേവിടെ ഉള്ളൂ. ഒരു തിളയൊക്കെ തിളയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ചിക്കന് നമുക്ക് പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. ഞാനിവിടെ ഒരുപാട് ഗ്രേവി ആക്കുന്നില്ല. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമല്ലാത്തവർ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ.